നമസ്കാരം. നമസ്കാരം. രാജേഷ് ജി, ഈ മഞ്ചേശ്വരം മണ്ഡലം വളരെ ശക്തമായ കടുത്ത തീവാറുന്ന പോരാട്ടം നടക്കുകയാണ്. നമുക്കറിയാം, 2011 മുതൽ BJPക്ക് വേണ്ടി കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയാണ് താമര ചിഹ്നത്തിൽ. 2011 അദ്ദേഹം കുറച്ചൊക്കെ ലീഡ് ചെയ്ത് നിന്നിട്ട് പിന്നീട് പുറകിലേക്ക് പോയി. 2016 89 വോട്ടിന് തോറ്റു. 2021 ഏതാണ്ട് 800ഓളം വോട്ടുകൾക്ക്, 700 ചില്ലുവാന വോട്ടുകൾക്ക് തോറ്റു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മത്സരിക്കുകയാണ്. ഈ തുടർച്ചയായിട്ട് തോൽക്കാൻ ആണോ സുരേന്ദ്രൻ മത്സരിക്കുന്നത്? അങ്ങനെ ഒരാൾ മത്സരിക്കുമോ? വാസ്തവത്തിൽ ഒരു ജയസാധ്യത കാണാതെ സുരേന്ദ്രനെ പോലൊരാൾ ഇക്കുറി വീണ്ടും ഇറങ്ങുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഈ നമ്മുടെ ഈ കായിക രംഗത്തായാലും പല പ്രമുഖ താരങ്ങളും തുടക്കത്തിലെ സ്വർണ്ണ മെഡൽ വാങ്ങിച്ചൊന്നുമല്ല അവര്. അതെ, മത്സരിക്കുന്ന ആദ്യ മത്സരത്തിൽ തന്നെ സ്വർണ്ണ മെഡൽ ജയിക്കും, തോൽക്കും. അപൂർവം ചിലർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ ഏറ്റവും വലിയ റെക്കോർഡിൽ ഫിനിഷ് പോയിന്റ് എത്തും. ഒടുവിലാണ് അവർ അവരുടെ കഴിവ് തെളിയിക്കുന്നത്. ഇനിയെങ്കിലും തേച്ചൊരച്ച്. അതെ, അത് ഈ സ്പോർട്സിലാകുമ്പോൾ ആ വ്യക്തി തന്നെ വിചാരിക്കണം. ഇതൊരു നമ്മുടെ രാഷ്ട്രീയ മത്സരം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് തന്നെയാണ്. പക്ഷേ അതിൽ തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. അപ്പം പലതവണ വോട്ടർമാർക്കുള്ള മനംമാറ്റമാണോ അതോ അവസാന നിമിഷത്തിലെ ചില പൊടിക്കൈകളാണോ എതിർ പാർട്ടികളുടെ? അതാണ് ഈ 89 വോട്ട്, കഴിഞ്ഞ തവണ 800 വോട്ട്. അല്ല, ഈ 89 വോട്ടിൻ്റെ ഇതിൽ തോക്കാനുള്ളൊരു കാരണം അന്ന് സുരേന്ദ്രൻ ഒരു അവരനുണ്ടായിരുന്നു. അവരന് ഏതാണ്ട് 100-400 വോട്ട് പിടിച്ചു. അതെ. അപ്പോൾ വാസ്തവത്തിൽ അത് സുരേന്ദ്രന് കിട്ടേണ്ട വോട്ടായിരുന്നു. പിന്നെ അതുപോലെ സുരേന്ദ്രൻ അന്ന് കേസ് കൊടുത്തിരുന്നു. കാരണം ആ മണ്ഡലത്തിൽ മരിച്ചുപോയ പല ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വോട്ട് എങ്ങനെ സംഭവിച്ചു? അത് അന്വേഷണമൊക്കെ നടന്ന് പിന്നെ ആ സ്ഥാനാർത്ഥി മരിച്ചു പോയതുകൊണ്ട് ആ കേസ് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. സുരേന്ദ്രൻ അത് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു. ഇത്തവണ ക്ലിയറാണ്. SIR ഒക്കെ നടപ്പാക്കി എന്ന് മാത്രമല്ല, ഇത്തവണ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം എന്ന് വെച്ചത്. സുരേന്ദ്രൻ പതിവിൽ കവിഞ്ഞ ഒരു ആത്മവിശ്വാസം ഒന്നും പ്രകടിപ്പിക്കാതെ വളരെ സാധാരണ രീതിയിൽ എന്നാൽ വളരെ പക്വതയോടുകൂടി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു. 2016 മറ്റും സുരേന്ദ്രന് ഞാൻ ഉറപ്പായും ജയിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിന് വിശ്വാസമൊക്കെ ഉള്ളിലുണ്ടാകാം, പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല. വളരെ സൈലൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. പ്രവർത്തകർ, പാർട്ടി എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇക്കുറി അറിയാലോ, അവിടെ ഏതാണ്ട് പിന്നെ ഒരു ഹിന്ദു മുസ്ലിം ഡെമോഗ്രഫി അനുസരിച്ച് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണത്. അതുകൊണ്ട് ഒരു 52% മുസ്ലിം വോട്ട് വരും, ഒരു 46% ഹിന്ദു വോട്ട് വരും, പിന്നെ ഒരു 2% ക്രിസ്ത്യൻ, മറ്റ് സമുദായങ്ങൾ, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ നില. അപ്പോൾ ഈ മുസ്ലിം വോട്ട് വളരെ ശക്തമായിട്ട് അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റിന് പോകുന്നു. അത് ഏകോപിപ്പിച്ച് ആ വോട്ട് പിടിച്ചെടുക്കാൻ IUMLന് കഴിയുന്നു, UDFന് കഴിയുന്നു. ഇപ്പുറത്ത് ഈ പറയുന്നത് പോലെ ഹിന്ദു വോട്ട് മറ്റതൊരു ഒരു റിലീജിയസ് ആയ ഒരു വോട്ട് ബാങ്കായിട്ട് ഒരു കമ്മ്യൂണൽ എന്ന് തന്നെ പറയാം, ഒരു പോളറൈസേഷൻ അവിടെ സംഭവിക്കുമ്പോൾ ഇപ്പുറത്ത് പൊളിറ്റിക്കൽ പോളറൈസേഷനാണ് സംഭവിക്കുന്നത്. അപ്പം ഹിന്ദുവിൻ്റെ വോട്ട് സ്വാഭാവികമായിട്ടും BJPക്കും LDFനും കുറച്ച് UDFനും കിട്ടും. അതുകൊണ്ടാണ് സുരേന്ദ്രൻ അവിടെ വലിയ സെറ്റ് ബാക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഡെമോഗ്രഫിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇക്കുറി ഇതിലൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇക്കുറി BJPയും LDFും അവിടെ നിർത്തിയിരിക്കുന്നത് രണ്ടുപേരും ഹിന്ദുക്കളാണ്. ഇത് തന്നെ ഈ മുസ്ലിം ലീഗും CPMുമായിട്ടുള്ള ഡീല് ആണെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? കാരണം ആ ഒരു വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് ഇത്രയും കാലം വളരെ കമ്മ്യൂണൽ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഈ കാസർഗോഡ് പോലെയുള്ള മഞ്ചേശ്വരം പോലെയുള്ള ഒരു തീവ്ര കമ്മ്യൂണൽ പ്രദേശം, അങ്ങനെ തൊട്ടപ്പുറത്ത് മംഗലാപുരമാണ്.
വളരെ കമ്മ്യൂണലാണ് അവിടെ കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലഹളയൊക്കെ നടക്കുന്ന നിരവധി കൊലപാതകങ്ങൾ നടന്ന കർണാടകയിൽ BJP സർക്കാർ ഏറ്റവും വലിയ തലവേദനയുള്ള ഒരു പ്രദേശമായിരുന്നു. അതുപോലെ തമിഴ്നാട് സർക്കാരിനും തലവേദനയുള്ള സ്ഥലമായിരുന്നു മംഗലാപുരം. മംഗലാപുരത്ത് തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഒരു സ്ഫോടനാത്മകമായ ഒരു കമ്മ്യൂണിറ്റിയുള്ള ഒരു ഏത് കമ്മ്യൂണിറ്റി ആയാലും അവർ ഇത്രയും കാലം അവർ കമ്മ്യൂണലായിട്ട് ചിന്തിച്ചു. ഇത്തവണ SIR വന്നു. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ 800 വോട്ടിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മംഗലാപുരത്ത് നിന്നൊക്കെ ഡബിൾ വോട്ട്, ക്രോസ് വോട്ടിങ്, ഡബിൾ വോട്ടിങ് നടന്നിട്ടുണ്ട്. കാരണം അവിടെ വോട്ട് ചെയ്തിട്ട് മഞ്ചേശ്വരത്ത് നമ്മുടെ ബോർഡർ കടന്ന് മഞ്ചേശ്വരത്ത് നിന്ന് വോട്ട് ചെയ്ത ആയിരക്കണക്കിന് പേരുണ്ട് കഴിഞ്ഞ തവണ. അത് സുരേന്ദ്രൻ അന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും അങ്ങനെ ഒരു 15,000 വോട്ട് മുസ്ലിം ലീഗ് അവിടെ ചേർത്തതായിട്ട് BJP ആരോപിക്കുന്നു. പക്ഷേ SIR വന്നപ്പോഴാണ് ഇതിനൊക്കെ ഒരു വോട്ട് അവർ നേരത്തെ ചേർത്തിരുന്നു. SIR വന്നു, അത് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കേണ്ടവരെ മാത്രമേ എടുത്തു, അല്ലാത്തവരൊക്കെ SIR ഒഴിവാക്കണം. അത് വളരെ കൃത്യമായി വളരെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം വളരെ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിലൊരു ഫിൽട്രേഷൻ നടക്കും. പിന്നെ ഈ ഇരട്ട വോട്ടുകൾ അത് അവിടെ പോയി കർണാടക സംസ്ഥാനത്ത് മംഗലാപുരത്തിൽ വോട്ട് ചെയ്യുന്നു, അത് മായ്ച്ചു കളഞ്ഞിട്ട് ഇവിടെ വന്ന് അടുത്ത കള്ളവോട്ടുമല്ല വോട്ടർപട്ടികയിലുമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ മരിച്ചുപോയവരുടെ വോട്ടുകൾ ചെയ്യുന്ന ഒരു സമ്പ്രദായം, അതും ഈ പറഞ്ഞതുപോലെ അപ്പുറത്തുനിന്ന് അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ഈ മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ രഹസ്യമായിട്ട് വോട്ട് ചെയ്യിച്ചിട്ട് ഇത് BJPക്ക് മുൻകാലങ്ങളിലൊക്കെ BJP സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന പേരിന് വേണ്ടിയായിരുന്നു. അന്ന് അവർക്ക് ഈ മരിച്ചവരെതിരെ ക്രോസ് വോട്ട് ചെയ്തിരുന്ന അവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ അത് പക്ഷേ മറ്റ് 2001 CK പത്മനാഭനാണ് അവിടെ മത്സരിക്കുന്നത്. CK പത്മനാഭന് ഏതാണ്ട് ഒരു വലിയ ഇതിലൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തോറ്റു. 2006 അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തി. അന്ന് CPM കുഞ്ഞമ്പൂനെയാണ് നിർത്തിയത്. പിന്നെ ചെർക്കള അബ്ദുള്ളയായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. ചെർക്കള അബ്ദുള്ള ജയിച്ചുകൊണ്ടേയിരിക്കുന്ന മണ്ഡലമാണ്. പക്ഷെ അന്ന് 2006 ചെർക്കള അബ്ദുള്ള 3ാം സ്ഥാനത്ത് പോവുകയും LDF ജയിക്കുകയും BJP 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. കാരണം ചെർക്കള അബ്ദുള്ളയുടെ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ അനുയായികൾ തന്നെ വളരെ സ്ട്രോങ് ആണ്. കഴിഞ്ഞ തവണ ഇവിടെ അദ്ദേഹം ചെർക്കള അബ്ദുള്ളക്ക് മുസ്ലിം ലീഗിൽ മാത്രമല്ല, മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഹിന്ദുക്കളിലും വലിയ സ്വാധീനമുള്ള ഒരു നേതാവ്. മുംബൈയിൽ നിന്ന് വരെ ബസ് പിടിച്ച് സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ തവണ. അങ്ങനെ അതും വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വളരെ കമ്മ്യൂണലായിട്ട് അവരുടെ ആൾക്കാരെ മാത്രം ചുറ്റിപ്പൊതിഞ്ഞു വെച്ചിട്ട് 2011 വന്നപ്പോൾ സ്ഥിതി മാറി. അവിടെ LDF വളരെ അപ്രസക്തമാകുകയും കാരണം LDFന്റെ വോട്ട് കുറഞ്ഞ് 40,000-ന് താഴേക്ക് വന്ന് നിൽക്കുകയാണ്. അവിടെ മത്സരം BJPയും മുസ്ലിം ലീഗും തമ്മിലാണ്. രണ്ടുപേരും ഒരു 55,000-ന് മുകളിലേക്ക് വോട്ട് നേടുന്ന അവസ്ഥയുണ്ട്. ചെറിയ വോട്ടിനാണ് തോക്കുന്നതും. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ സത്യത്തിൽ ഈ LDF മത്സരിക്കുന്നത് അവിടെ BJPയെ തോൽപ്പിക്കാനാണ്. പക്ഷേ കെ സുരേന്ദ്രൻ ഇത്തവണയും ആ വോട്ട് ഡീലിനെ കുറിച്ച് LDFും UDFും ചേർന്നുള്ള ലീഗും തമ്മിലുള്ള വോട്ട് ഡീലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ പറഞ്ഞെങ്കിലും അത്ര സ്ട്രോങ് ആയിട്ട് വേണ്ട. പക്ഷേ BJP സ്ഥാനാർത്ഥി നെഗറ്റീവ് പബ്ലിസിറ്റി വേണ്ടെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വളരെ തന്ത്രപൂർവ്വം UDFിന്റെ ലീഗിന്റെ സ്ഥാനാർത്ഥി ഈ ഒരു ഡീലിനെ കുറിച്ച് തിരിച്ച് CPMും സുരേന്ദ്രനുമായിട്ടൊരു ഡീൽ ഉണ്ടെന്ന് പറയുന്നുമില്ല. കാരണം അത് വളരെ 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 ക്ലിയറാണ്. കാരണം അവർക്കിത് പറഞ്ഞാൽ ഇനി പണിയായാലോ എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ ആ തന്ത്രം അവരങ്ങ് മറച്ചു വെക്കുകയാണ്. അതേസമയം സുരേന്ദ്രൻ ഇവിടെ എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഡീലുണ്ട്. ഈ ഇവിടെ ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തിയതിൽ സുരേന്ദ്രനെ അതെ അവിടെ സുരേന്ദ്രന് കിട്ടുന്ന ഹിന്ദു വോട്ട് ലീഗിന്റെ വോട്ട്. പക്ഷേ സുരേന്ദ്രന്റെ ഇത്തവണത്തെ ലക്ഷ്യം ലീഗിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാന്ന് തന്നെയാണ്. പലയിടത്തായിട്ട് നരേന്ദ്രമോദി വന്നപ്പോഴുമൊക്കെ വന്ന പ്രസംഗത്തിലുമൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് ഇത്തവണ വരാൻ താല്പര്യമില്ലാതിരുന്ന വോട്ടുകൾ വരുമെന്ന് പറഞ്ഞിരുന്നു. 2 കാര്യങ്ങൾ മഞ്ചേശ്വരത്ത് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി സമസ്ത വിഭാഗത്തിൻ്റെ നിലപാട്. ആ സുന്നി വിഭാഗം എടുക്കുന്ന നിലപാട് സാധാരണ അവർ LDFന് അനുകൂലമായിട്ടാണ്. അവരെ അറിയപ്പെടുന്നത് തന്നെ അരിവാൾ സുന്നി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അത് ഗുണം ചെയ്തില്ല. മലപ്പുറത്തും പൊന്നാനിയിലും ഗുണം ചെയ്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല. കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ. അത് കിട്ടാതായതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ഈ വിഷയമല്ല. എന്നാലും അത് കിട്ടിയില്ല എന്നുള്ളത് സത്യം. മലബാർ ബെൽറ്റ് ആണ്. പിണറായി വിജയൻ അടക്കമുള്ള ഇടത് നേതാക്കൾ വിചാരിച്ചത് ഈ സമസ്ത ഞങ്ങളുടെ കൂടെയുണ്ട്, അപ്പോൾ മുസ്ലിം
സമസ്തയിലെ രണ്ട് വിഭാഗവും നമ്മുടെ കൂടെ അതെ അതെ. അപ്പം സമസ്ത എന്നാൽ സമുദായമാണ്. അപ്പോൾ മുസ്ലിം സമുദായം നമ്മുടെ കൂടെ ഉണ്ട്. IUML ഒരു മുസ്ലിം പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്. അപ്പൊ അവര് വേറെ എന്നുള്ളൊരു സിദ്ധാന്തമായിരുന്നു നമ്മുടെ താത്വിക ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മലപ്പുറത്തും പൊന്നാനിയിലും മലപ്പുറത്തും പൊന്നാനിയില്ല, അത് കേരളത്തിൽ മൊത്തം അത് മനസ്സിലാക്കി. ന്യൂനപക്ഷ ഇത്ര പ്രീണനം ഏശിയില്ല എന്ന് പിന്നീട് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇത് ഈ നേരത്തെ പറഞ്ഞല്ലോ സമസ്ത, ഈ സമസ്ത എന്തായാലും അവിടെ ലീഗ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല മഞ്ചേശ്വരത്ത്. കാരണം സമസ്ത എന്നാൽ ഒരു സമുദായ സംഘടനയാണ്. മുസ്ലിം ലീഗ് ഇപ്പോഴും പറഞ്ഞ് ഞങ്ങൾ IUML മതേതര സംഘടന എന്നാണ് കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രഖ്യാപിക്കുന്നത്. മതേതര പാർട്ടിയാണ്. ഇവർ പറയുന്നത് ഞങ്ങൾ സമുദായ സംഘടനയാണ്, ഞങ്ങൾ സമസ്തയാണ്, ഞങ്ങളാണ്. അല്ല, അതാണ് എൻ്റെ ചോദ്യം. കാന്തപുരത്തിൻ്റെ വോട്ട്, കാന്തപുരത്തിന് അവിടെ അത്യാവശ്യം വോട്ടുണ്ട്. കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് അങ്ങനെയാണെങ്കിൽ ആർക്ക് പോകും? അത് LDFന് കിട്ടുമോ? എന്തുകൊണ്ട് BJPക്ക് കിട്ടാൻ? എന്തുകൊണ്ട് കാന്തപുരം ഈ രാത്രി ഇരുട്ടത്ത് മോദിയെ കാണാൻ പോയില്ല? അതൊരു പകൽ വെളിച്ചത്തിൽ രാജ്യം മുഴുവൻ അല്ലേ കാന്തപുരം? ഒരു ഒളിവുമില്ല, ഒരു കാണാൻ പോയത് എന്ന് പറഞ്ഞ് മോദി അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചോ? ഇല്ലല്ലോ. അദ്ദേഹം ഇറങ്ങിയിട്ട് എന്തെങ്കിലും മോദിക്കെതിരെ കമന്റ് പറഞ്ഞോ? ഇല്ല. ഞാൻ സമുദായത്തിന്റെ കാര്യമല്ല, ഇന്ന സ്കൂൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഇന്ന കോളേജ് അനുവദിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയി, ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയി ഒരു പരിപാടിക്ക്. അതെ, വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. പരിപാടി ക്ഷണിക്കാൻ കാന്തപുരം മുസ്ലിം പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ ചില മോദി മൂല്യങ്ങളിൽ, ചില മോദി പോയിന്റുകളിൽ അദ്ദേഹം ഇംപ്രസ്ഡ് ആണ്, അല്ലേ? അല്ലാതെ അത് സുരേന്ദ്രന് ഗുണമായി വരുമോ? വരണം. അതായിരിക്കും ആ ടെസ്റ്റ് ഡോസ്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് ഒരു അട്ടിമറി പ്രതീക്ഷിക്കണം. അതൊരു കാര്യം. ഈ പറഞ്ഞതുപോലെ ഈ കാന്തപുരം ഉസ്താദിൻ്റെ ആ വിഭാഗത്തിൻ്റെ വോട്ട് ഒരു പക്ഷേ അത് LDFിലേക്ക് പോകുമായിരുന്നു. ആ വോട്ട് മാറിയിട്ട് അത് BJPയിലേക്ക് വരികയാണെങ്കിൽ BJPക്ക് അത് ഗുണം ചെയ്യും എന്നാണ് രാജേഷ് ജി പറഞ്ഞത്. ശരി. രണ്ടാമത്തെ കാര്യം, ഈ സാധാരണ മഞ്ചേശ്വരം, കാസർഗോഡ് ഭാഗത്തൊക്കെയുള്ള ആൾക്കാർ ധാരാളം ദുബായിൽ ജോലി എടുക്കുന്നുണ്ട്. ദുബായ് പോലെയുള്ള നമ്മുടെ GCC രാജ്യങ്ങളിൽ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ദുബായിലാണ്. ഈ ദുബായിൽ നിന്ന് അവർ തിരഞ്ഞെടുപ്പാവുമ്പം വണ്ടി പിടിച്ച് ഇവിടെ വന്ന് വോട്ട് ചെയ്ത് അയച്ച് മടങ്ങും. പക്ഷേ ഇക്കുറി അതിന് സാധിക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഈ ഇറാൻ സംഘർഷം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത്ര എളുപ്പമല്ല വരവ് പോകും. കാരണം ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണ്. പിന്നെ അത്ര കമ്മ്യൂണലായിട്ടുള്ള വോട്ട് ചെയ്യണമെന്ന് മരിച്ചു നടക്കുന്ന എന്ത് റിസ്കും എടുത്ത്. പിന്നെ മുസ്ലിം ലീഗോ സമുദായമോ മുൻ തവണത്തെ പോലെ ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാ പ്രവാസികളും വന്ന് വോട്ട് ചെയ്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ഇത്തവണ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം KMCC അടക്കം പ്രചരണം നടത്തിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഗൾഫ് നാടുകളിലെ ലീഗിന്റെ ഘടകങ്ങളടക്കം, കേരള മുസ്ലിം കൾച്ചർ സെന്റർ അടക്കം ഈ പ്രചരണം കഴിഞ്ഞ തവണ നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ വരെ വളരെ വലിയ പ്രചരണമായിരുന്നല്ലോ. അവിടുന്ന് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ആൾക്കാർ വരുന്നു, വോട്ട് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. മലപ്പുറത്തും മലബാറിലൊക്കെ കൃത്യമായി നമ്മുടെ സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കുക അതായിരുന്നു. വടകരയിൽ അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടതാണ്. അല്ല, അതുകൊണ്ടാണ് മറ്റേ റാഷിദിനെ പോലെയുള്ള യൂട്യൂബർമാർ 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ ഇത്തവണ അങ്ങനെ അത്തവണ റാഷിദ് അങ്ങനെ പറയുന്നില്ല. ഇത്തവണ ഈ ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആർക്കും ഇവിടെ വന്ന ആർക്കും തിരിച്ചു പോകാനും പറ്റുന്നില്ല. അത് കമ്മ്യൂണലായിട്ടല്ല, പ്രവാസികൾക്ക് ആർക്കും അവർക്ക് വരാൻ തന്നെ 1 ലക്ഷം ഒരു ടിക്കറ്റിന് ലക്ഷക്കണക്കിന് രൂപയാണ്. പിന്നെ സീസണും ഈ പ്രവാസി ഇവിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടി ആയപ്പോൾ അവർക്ക് ടിക്കറ്റിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വിമാനത്തിൽ കയറി എന്ത് ധൈര്യത്തിൽ വിമാനം ഇറങ്ങി ലാൻഡ് ചെയ്താൽ മതി എന്ന് തീർപ്പാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു വോട്ട് പോയാലും കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് കുടുംബത്തിന് കഞ്ഞി കുടിക്കണമെങ്കിൽ ജീവനോട് അവിടെ വേണം എന്ന്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ ഗുരുതരമായ സിറ്റുവേഷനാണ് പല ഗൾഫ് രാജ്യങ്ങളിലും. അതെ, ഒരു പഴയ ഇറാഖ് കുവൈറ്റ് യുദ്ധം പോലെ അത്ര ആ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വരില്ലെന്നല്ല, ചില വോട്ട് ചെയ്യാൻ അത്ര നേരത്തെ പറഞ്ഞ പോലെ അത്ര തീവ്ര നിലപാടുള്ള വോട്ട് ചെയ്യാൻ മുട്ടി നിൽക്കുന്നവർ വരും. അത് വരുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ആഹ്വാനം ഒരിടത്തും ഇതുവരെ കണ്ടില്ല. ഇനിയിപ്പോൾ അവസാന നിമിഷം വന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഈ സുരേന്ദ്രൻ ഏതാണ്ട് അനുകൂലമാണ്.
മഞ്ചേശ്വരത്ത് ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം. വേറൊരു തരംഗം കൂടി ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസം 3-4 ദിവസം ഒരു വീഡിയോ കണ്ടതാണ്. നമ്മുടെ തിരുവനന്തപുരം മേയർ, നമ്മുടെ ബിജെപിയുടെ മേയർ, ബിജെപിയുടെ മേയർ എന്ന് പറഞ്ഞ ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, വി രാജേഷ് അവിടെ ചെന്നപ്പോൾ ഒരു തരംഗമായിരുന്നു. ചെന്നിറങ്ങി സുരേന്ദ്രനൊപ്പം ഒരു ദിവസം മുഴുവൻ പ്രചാരണ പരിപാടികളുണ്ട്. സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വി രാജേഷ് ചെന്നു. വലിയൊരു ഓളമായിരുന്നു. കാരണം ആ വീഡിയോയിൽ തന്നെ ദൃശ്യമാണ് ആ ഓളം, പ്രവർത്തകരുടെ ആ സന്തോഷവും. ആ തിരുവനന്തപുരം മേയറെ നേരിട്ട് കാണാത്ത ഒരുപാട് പേരുണ്ട്. ഈ നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് തിരുവനന്തപുരം മേയറെ. അത് വിവരാശം ഒരു അത്ഭുതമാണ്. തിരുവനന്തപുരം മേയറെ ആ മേയറെ ഒന്ന് കാണുക എന്നുള്ള. അപ്പം രാജേഷിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ, 1-2 പ്രസംഗം ഉണ്ടായിരുന്നു, ഒരു ദിവസത്തെ ഒരു പ്രചാരണം. പക്ഷേ അതും മഞ്ചേശ്വരത്ത് വലിയൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും മഞ്ചേശ്വരത്തെ പോരാട്ടം തീപാറുന്നതായി എന്ന് പറയുന്നത് തീപാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വാസ്തവത്തിൽ ലീഗും BJPയും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. LDFന് അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ സാധ്യതകളൊന്നും കൽപ്പിക്കപ്പെടുന്നില്ല. ഒരു അട്ടിമറി നടത്താനുള്ള ആരോഗ്യം LDFന് CPMന് അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. താമര വിരിയുമോ ഇല്ലയോ എന്ന് നമുക്ക് മെയ് 4-ാം തീയതി അറിയാം.